ഹലോ എവ്രി വൺ. ഇന്ന് ഫാസ്റ്റിംഗ് സീരീസ് ഡേ 6 ഇന്ന് നിങ്ങളെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആക്ച്വലി. സോ ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഓക്കെ, എൻ്റെ പ്ലേറ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ ഇവിടെയാണ് ചോറ് എടുക്കുന്നത്, ഇവിടെ കറികൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഫാസ്റ്റ് എങ്ങനെ നമ്മൾ ബെറ്റർ ആയിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഇന്ന് എൻ്റെ കറികൾ കാണിച്ചു തരാം. ഓക്കെ, എനിക്കിന്ന് ഇടിച്ചക്ക തോരനുണ്ട്, ക്യാബേജ് തോരനുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് സോയ് ചങ്ക്സ് കറിയാ, ബീഫ് കറി പോലെ വെച്ചത്. ഇത് മീൻ കറി. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ ഒരു മലയാളി ആൾക്കാരുടെ ഭക്ഷണമാണ്. സോ നമ്മൾ എങ്ങനെ ഇതിനെ പ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ചോറാണ് എടുക്കുന്നത്. സിൻസ് ഞാൻ ലോ കാർബ് കഴിക്കുന്നുണ്ട് ഓർ നോ കാർബ് കഴിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ബെറ്റർ ആയിട്ട് കഴിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും ഫോളോ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യമാണിത്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഇടിച്ചക്ക തോരൻ ഞാൻ അതിനകത്ത് എടുത്തു. എനിക്ക് കുറച്ച് ക്യാബേജ് കഴിക്കണം, എനിക്കിഷ്ടമാണ് ഭയങ്കരമായിട്ട്. അതെടുത്തു. ഞാൻ ബീട്രൂട്ട്. പ്ലേറ്റിനകത്ത് നല്ല കളറുള്ള ഫുഡ് നല്ലതാണ്, കാരണം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പ്രോട്ടീനാണ്. നമ്മളിവിടെ നമ്മുടെ പ്രോട്ടീൻ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടീനായിട്ട് നമുക്ക് ഇന്ന് സോയ ചങ്ക്സ് ആണ്. അത് നല്ലതാണ്. സോയ ചങ്ക്സ് കറിയായിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് കറിയായിട്ട് കഴിക്കണം. ഓക്കെ, സോ നമ്മളിന്ന് സോയ ചങ്ക്സ് ആഡ് ചെയ്യും. ഇത് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേരി ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഇപ്പോൾ ബീഫ് വേണം ബീഫ്, ചിക്കൻ ഉള്ളപ്പോൾ ചിക്കൻ, അങ്ങനെ. ഓക്കെ, എനിക്കിനി ഒരു ഫാറ്റ് വേണം അതിനകത്ത്. സോ നോക്ക്. ഓക്കെ, ഇപ്പം നിങ്ങൾ എൻ്റെ പ്ലേറ്റ് നോക്ക്. ഞാൻ ചോറിന് പകരം വെജിറ്റബിൾസ് എടുത്തു. നിങ്ങൾക്ക് വേണേൽ മോര് കറിയോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. പിന്നെ പ്രോട്ടീൻ എടുത്തു, മീനോ ചിക്കനോ എന്ത് വേണമെങ്കിലും, അപ്പം ബീഫോ എന്ത് വേണം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാറ്റ് സോഴ്സ്, പ്ലാന്റ് ഫാറ്റ് സോഴ്സ് ഉള്ളത് ലൈക്ക് ടോഫു, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡിവൈഡഡ് പ്ലേറ്റ്. ഈ മീല് നിങ്ങൾ ഡെയിലി ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ചെയ്താൽ നിങ്ങളുടെ ഷുഗർ ഒട്ടും 150ക്ക് മേളിൽ പോകത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാർബ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്നും കാർബ് ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും മെഷർമെന്റിൽ ചോറും കഴിക്കാം. അതാണ് ഞാൻ ഇതിനകത്ത് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡിവൈഡഡ് പ്ലേറ്റ് കണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മുടെ വിഷ്വലൈസ് ചെയ്യണം ഇങ്ങനെ ഒരു ഡിവൈഡഡ് പ്ലേറ്റ്. ചോറിന് പകരം വെജിറ്റബിൾസ്, പ്രോട്ടീൻ, ഫാറ്റ്. ഓക്കെ, താങ്ക് യു.